ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ബീഫ് കറിയാണ്. ഒരു നാടൻ റെസിപ്പിയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. എപ്പോഴും ഞാൻ പറയുന്നത് പോലെ തന്നെ ഒരു ഈസി റെസിപ്പിയാണ്. പിന്നെ വറുത്തരച്ചിട്ടാണ് നമ്മൾ ഈ ബീഫ് കറി ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്കത് ഉണ്ടാക്കാൻ നോക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ബീഫ് വേവിച്ച് വെക്കണം. വെറുതെ ഉപ്പും ലേശം മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഒരു വിസിൽ 10 മിനിറ്റ് എടുത്തിട്ട് ഞാൻ വേവിച്ച് വെച്ചിരിക്കുന്നതാണ്. ബീഫ് നന്നായി വെന്തിട്ടുണ്ട്. ഇനി നമ്മൾ ചൂടുകട്ടിയുള്ളൊരു പാത്രം എടുക്കാം. അതിലേക്ക് നമുക്ക് 4-5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് ഒരു വലിയ സവോള അല്ലെങ്കിൽ 2 ചെറിയ സവോള ചേർത്ത് കൊടുക്കാം. അത് നമ്മൾ നന്നായി വഴറ്റിയെടുക്കണം. അതോടൊപ്പം നമുക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. അത് മൂത്ത് വരുമ്പോൾ നമുക്ക് ചുവന്നുള്ളിയും ഇഞ്ചിയും ചേർത്ത് കൊടുക്കാം. ചുവന്നുള്ളി ഞാനിവിടെ 200 ഗ്രാം ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്. 3 ഇഞ്ച് നീളത്തിലുള്ള കഷ്ണം ഇഞ്ചിയും എടുത്തിട്ടുണ്ട്. ഇനി അത് നമുക്ക് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഇനി ഇതെല്ലാതും നന്നായി മൂക്കണം. അതായത് നമ്മുടെ ചുവന്നുള്ളിയൊക്കെ നന്നായിട്ട് മൂക്കണം. അതിനുശേഷം നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. മുളക് പൊടി നമുക്ക് 2-3 ടേബിൾ സ്പൂൺ വരെ മുളക് പൊടി ചേർക്കാം. അത് എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ 2 വലിയ സ്പൂണാണ് മുളക് പൊടി ചേർത്തിരിക്കുന്നത്. അത്രയ്ക്ക് തന്നെ ഞാൻ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുത്തു. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്തു. ഇനി പൊടികളും നന്നായിട്ട് മൂക്കണം. എണ്ണ കുറവെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് എണ്ണ ചേർത്ത് കൊടുക്കാം. എന്തായാലും പൊടികൾ മൂത്ത് പൊടികളുടെ പച്ചമണം നന്നായി മാറിയതിന് ശേഷം നമ്മൾ വേവിച്ച ബീഫ് ചേർത്ത് കൊടുക്കുക. ബീഫ് ഞാൻ നന്നായി വേവിച്ചിട്ടുണ്ട്. ഒരു വിസിലും 10 മിനിറ്റാണ് എടുത്തിരിക്കുന്നത്. പക്ഷെ അത് കറക്റ്റല്ല. ഓരോ ബീഫിനനുസരിച്ചിട്ട് അതിൽ വ്യത്യാസം വന്നുകൊണ്ടിരിക്കും. അപ്പോൾ നിങ്ങളൊരു 8 മിനിറ്റിന് ശേഷം നോക്കുക. അതിനുശേഷം വെന്തിട്ടില്ലെങ്കിൽ മാത്രം വീണ്ടും വേവിക്കുക. അത് പെട്ടെന്ന് തന്നെ 10 മിനിറ്റ് ഇട്ട് വേവിക്കരുത്. അപ്പോൾ ചിലപ്പോൾ നന്നായിട്ട് ഇങ്ങനെ ഉടഞ്ഞ പോലെ വെന്ത് പോകും. ഇനി നമ്മളതിലേക്ക് കുറച്ച് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കും. അപ്പോൾ നമ്മൾ വെറുതെ ഉപ്പും മുളകും ഇട്ടിട്ടാണല്ലോ വേവിച്ചിരിക്കുന്നത്. അതിലൊന്നും പിടിച്ചിട്ടില്ല. അപ്പോൾ നമ്മൾ ഈ ചേർത്തിട്ടുള്ള മസാലകളൊക്കെ ഒന്ന് ബീഫിൽ പിടിക്കണം. അപ്പോൾ അതിന് നമുക്ക് ഒന്നും കൂടെ ഒരു 5-10 മിനിറ്റ് 10 വേണ്ട 5 മതി. 5 മിനിറ്റ് നമുക്കൊന്ന് വേവിക്കണം. അപ്പോൾ അതിലൊക്കെ ബീഫിലെല്ലാതും പിടിക്കും. അങ്ങനെ വെന്ത ബീഫാണല്ലോ. അതിൽ നമുക്ക് തേങ്ങ ഒന്ന് വറുത്തരയ്ക്കണം. അതിന് വേണ്ടി നമ്മൾ മല്ലിയും മുളകും വേപ്പിലയും തേങ്ങയും ചിരികിയ തേങ്ങയും കൂടിയിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടാണ് നമ്മൾ വറുത്തെടുക്കുന്നത്. അപ്പോൾ നമ്മളവിടെ മുളക് പൊടി ചേർക്കുമ്പോൾ ഈ മുളക് ചേർക്കുന്നത് ഓർത്തിട്ട് വേണം അവിടെ ചേർക്കാൻ. അല്ലെങ്കിൽ ഈ മുളക് കൂടെ ചേർക്കുമ്പോൾ ഭയങ്കരമായിട്ട് എരിവ് കൂടും. കാശ്മീരി ചില്ലി ചേർക്കുകയാണെങ്കിൽ പേടിക്കേണ്ട. ഞാൻ അവിടെ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്തിരിക്കുന്നത്. ഇവിടെ ഞാൻ സാധാരണ മുളകാണ് ചേർത്തത്. 4 മുളക് ചേർത്തിട്ടുണ്ട്. ഒരു വലിയ സ്പൂൺ മല്ലിയും ചേർത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പില. ഇതെല്ലാതും നന്നായി മൂത്ത് ബ്രൗൺ കളറായി വരുമ്പോൾ നമുക്കിത് അരച്ചെടുക്കുക. ശരിക്ക് വെള്ളം തൊടാതെ അരയ്ക്കുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ച് ആദ്യം ഒന്ന് അരയ്ക്കുക. അതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കുക. ഇനി നമ്മൾ ബീഫ് നോക്കുക. അപ്പോൾ അതിൽ ബീഫിൽ എല്ലാ മസാലകളും നന്നായി പിടിച്ച് എണ്ണയൊക്കെ ഇങ്ങനെ തെളിഞ്ഞു വന്ന് നല്ല റെഡ് കളറിലിരിക്കുന്നുണ്ട് നമ്മുടെ ബീഫ് കറി. തേങ്ങ വറുത്തരച്ച് ചേർക്കുന്ന ഇഷ്ടമില്ലാത്തവർക്ക് ഈ പാകത്തിലെടുക്കാം. അവസാനം കുറച്ചുകൂടെ ഗരം മസാല ചേർത്ത് കൊടുത്ത് കുറച്ച് കറിവേപ്പിലയും ലേശം വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുത്താൽ നല്ല കറിയായി. പക്ഷേ നമ്മൾ വറുത്തരച്ചതാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വറുത്തരച്ച തേങ്ങ കൂടി ഇതിലേക്ക് ചേർക്കാം. അപ്പോൾ അതിൻ്റെ ഒരു ഫ്ലേവർ മുമ്പിൽ നിൽക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്കിതും ഒരു 2-3 മിനിറ്റ് ഒന്ന് ഇങ്ങനെ എണ്ണ തെളിയുന്നത് വരെ നമുക്ക് വേവിക്കണം. അല്ലെങ്കിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബീഫിന് ഈ വറുത്തരച്ച തേങ്ങയുടെ ഫ്ലേവറാണ് കൂടുതൽ കിട്ടുക. നമുക്കെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാത്തിൻ്റെയും ഫ്ലേവർ കിട്ടണം, ഒപ്പം ബീഫിൻ്റെയും. അപ്പോൾ നമ്മൾ കുറച്ച് നേരം തിളപ്പിക്കുമ്പോൾ അതിങ്ങനെ ബീഫിനോട് ചേരും. നമ്മുടെ വറുത്തരച്ച തേങ്ങയും ബീഫിനോട് ചേരും. അവസാനം നമുക്ക് കുറച്ച് ഗരം മസാല പൊടി കൂടെ ചേർത്താൽ നമ്മുടെ ബീഫ് കറി റെഡിയായി. ഇത് എന്തിൻ്റെ ഒപ്പം നല്ലൊരു കോമ്പിനേഷനായിട്ടുള്ള ബീഫ് കറിയാണ്. അതായത് ചോറോ ചപ്പാത്തി ചിക്കൻ ബ്രെഡ് പത്തിരി അപ്പം എന്തിൻ്റെ ഒപ്പവും നല്ല ടേസ്റ്റായിട്ടുള്ള ഒരു ബീഫ് കറിയാണ്. അപ്പോൾ ബീഫ് ഇഷ്ടപ്പെടുന്നവർ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കണം. സൺഫ്ലേവറിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. പക്ഷെ നമ്മൾ മല്ലിയിലൊന്നും ചേർക്കരുത്. മല്ലിയുടെ ഫ്ലേവറൊന്നും ഇതിന് പാടില്ല. അപ്പോൾ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബാക്കി എല്ലാ വീഡിയോസും കണ്ട് നിങ്ങളുടെ അഭിപ്രായം പറയുക. എല്ലാ റെസിപ്പികളും നിങ്ങൾ ചെയ്തു നോക്കുക.